ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൈറ്റമിൻ സി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും അതോ വൈറ്റമിൻ സി ഏതൊക്കെ ഭക്ഷണങ്ങളിലുണ്ട്, എന്തൊക്കെയാണ് വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്നൊക്കെയാണ് സംസാരിച്ചത്. സോ അഡ്വൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉപദേശിക്കാൻ വളരെ ഈസിയാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുകൂടി വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്താണ് വൈറ്റമിൻ സി, ഒരു ദിവസം വേണ്ട വൈറ്റമിൻ സി ഭക്ഷണത്തിലൂടെ എനിക്ക് ഡെയിലി കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് എന്നുള്ളത് ഒന്നുകൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ഇത് എൻ്റെ ഉച്ചത്തെ മീലാണ്. ഒരു വെജിറ്റബിൾ സാലഡ് വിത്ത് ചിക്കനാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. ഇത് ചിക്കനാണ്. ചിക്കനെ നമുക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ എൻ്റെ പ്രോട്ടീൻ ഇൻടേക്കിന് വേണ്ടിയിട്ട്, ഒരു ദിവസം പ്രോട്ടീൻ ഇതിന് വേണ്ടിയിട്ടാണ്. ചിക്കൻ ബ്രസ്റ്റ് ആണത്. സോ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ എയുടെ സോഴ്സ്. ഓക്കെ, ബേസിക്കലി വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ എ ഒരുമാതിരിപ്പെട്ട സെയിം സംഗതികളിലാണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, ഈ 3 കളറിലുള്ള പച്ചക്കറികളിലും പഴങ്ങളിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സിയും അതുപോലെ തന്നെ വൈറ്റമിൻ എയും അടങ്ങിയിരിക്കുന്നത്. സോ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വെജിറ്റബിൾസ് ആണ് ഇത്, ഫ്രൂട്ട്സ് ഇതിലില്ല, വെജിറ്റബിൾസ് ആണ്. സോ വൈറ്റമിൻ എ ആൻഡ് സി അടങ്ങിയിരിക്കുന്ന വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് ഒരു സാലഡ് ആക്കി അതിലേക്ക് ഞാൻ എന്ത് ചെയ്യും, വൈറ്റമിൻ സി ആഡ് ചെയ്യാൻ കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്താ, ലെമൺ, ഒരു ഹാഫ് ലെമൺ എക്സ്ട്രാ ആയിട്ട് വെക്കും. എന്നിട്ട് ഈ ഹാഫ് ലെമൺ അങ്ങ് ഇതിൽ പിഴിയും. നമുക്കറിയാലോ, ലെമൺ നമ്മുടെ ചെറുനാരങ്ങയാണ് കേട്ടോ. അപ്പം ചെറുനാരങ്ങ ഇങ്ങനെ അങ്ങ് പിഴിയും. ഒന്നുകൂടി നന്നായിട്ട് അമർത്തി പിഴിയണം. എനിക്കിപ്പോൾ ഒരു കൈ കൊണ്ട് മാത്രമായതുകൊണ്ട് ഇത്രേ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാ ഒരു ഹാഫ് ലെമൺ ഡെയിലി ഞാൻ കഴിക്കും. എങ്ങനെ? ഈ രീതിയിൽ, അതായത് ലെമൺ പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു നീര് ഈ സംഭവത്തിലേക്ക് ഞാനിങ്ങനെ ചേർക്കും. ഇപ്പോൾ കാണാമല്ലോ അല്ലേ? ഇനി ഇതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇന്നലെ ഞാൻ പറഞ്ഞ മെയിൻ ആള് ബ്രൊക്കോളി, ദാ ക്യാരറ്റ്, ദെൻ ഇത് ഗ്രീൻ പെപ്പർ. ഞാൻ ഇന്നലെ പറഞ്ഞ സോഴ്സുകളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ കാണിച്ചു തരുന്നത്. ആക്ച്വലി കുറച്ചുകൂടി സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇന്ന് ചേച്ചി വളരെ പിശുക്കി എന്തൊക്കെയോ 2-3 സാധനങ്ങൾ ഇട്ടിട്ടുള്ളൂ. ഇതിൽ കുറച്ചുകൂടിയൊക്കെ സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് ഇന്നുള്ള എൻ്റെ വൈറ്റമിൻ സി സോഴ്സ് എന്ന് പറയുന്നത് ലെമൺ വിത്ത് ബ്രൊക്കോളിയിൽ നല്ല രീതിയിൽ വൈറ്റമിൻ സി സോഴ്സ് ഉണ്ട്. പിന്നെ എൻ്റെ ഗ്രീൻ ആൻഡ് യെല്ലോ പെപ്പറിലും ധാരാളം ഉണ്ട് കേട്ടോ. പിന്നെ ക്യാരറ്റ് കഴിക്കുന്നത് വൈറ്റമിൻ എ ആണ്, ക്യാരറ്റിൽ വൈറ്റമിൻ സിയേക്കാൾ കൂടുതലുള്ളത്. ഇനി നമുക്ക് കഴിക്കാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഫ്രൂട്ട്സ് ഞാൻ നോർമലി നൈറ്റാണ് കഴിക്കാറുള്ളത്. ഫ്രൂട്ട്സ് ഞാൻ എപ്പോഴും ഓറഞ്ച് കഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്, ഗ്വാവ കഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓറഞ്ചിലും ഗ്വാവയിലും ഒക്കെ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ എയും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ക്യാബേജ്, കോളിഫ്ലവർ, അങ്ങനെയുള്ള നമുക്ക് കറിയൊക്കെ ആക്കി കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളിലൊക്കെ വൈറ്റമിൻ എയും സിയും ധാരാളമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ വൈറ്റമിൻ സി ഭക്ഷണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്.